Okay. Where were we studying? We're studying page number 73. We studied that all living things will grow, isn't it? Non-living things will not grow. Usually we know that when a plant starts, a seedling starts to grow, isn't it? Then it grows. Later it becomes into a big plant or big trees. The seed will be very small and the first leaf when it comes out it is this much only. But after a few weeks it will grow till this much, this much, this much, this much like that way, and gradually it will become very, very big trees. You might have seen trees like banyan tree and all. It's very big trees, isn't it? Banyan trees are very big. Have you not seen banyan trees? Have you seen banyan trees? Yes, banyan trees എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ആൽമരം. Okay. Okay. So banyan trees are very big trees, isn't it? Okay. Say when it was started, when it was a seedling, was it a big one? No, it was very small one, isn't it? You might have seen coconut trees or mango trees, jackfruit trees and all in your land. Is there any in your land? Any coconut trees or any mango tree or anything like that way? Jackfruit and all നമ്മുടെ ഇവിടെ കോമൺ ആണല്ലോ, നമ്മുടെ വീട്ടിൽ പറമ്പിൽ ഉണ്ടാവുമല്ലോ, നിങ്ങളുടെയൊക്കെ വീടുകളിൽ മോസ്റ്റ്ലി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ? ഓക്കെ. അപ്പം അതിന് ഇനി വേറൊന്നും വേണ്ട, നിങ്ങൾക്ക് ഓർമ്മ വെച്ചതിന് ശേഷം നിങ്ങളുടെ പറമ്പിൽ നട്ടിട്ടുള്ള ജാക്ക് ഫ്രൂട്ടോ കോക്കനട്ടോ മാംഗോയോ എന്ത് ട്രീയെങ്കിലും ആയിട്ട് അതിന്റെ പ്ലാന്റ് നമുക്കറിയാം ഫസ്റ്റ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ നടുന്ന സമയത്ത് അല്ലേ? ഗ്രാജുവലി ഇറ്റ് ഹാസ് ഗ്രോൺ അപ്പ്. ഹലിമ ഹൂ ഇസ് ദർ? Halima, who is there? Please tell them to move from there. Ara അവിടെ ഇരുന്ന് ക്ലാസ്സിൽ ഡിസ്റ്റർബ് ചെയ്യുന്ന ആള്? ഹലിമ പ്ലീസ്. ആരാ? Your brother? My friend. Friend. Okay, tell her to take a rest for few minutes, okay, till the class is over. അല്ലെങ്കിൽ കോമൺ കോയിട്ടായിട്ട് അവിടെ ഇരുന്നിട്ട് കുഴപ്പമില്ല. You should not be disturbed. ഓക്കെ, ശരി. മോൾ അങ്ങോട്ട് നോക്കി ചിരിച്ചോണ്ടിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ മോള് ക്ലാസ് ക്ലിയർ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നില്ല. അതിനിടയ്ക്ക് ഇപ്പൊ ഇങ്ങനെ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ക്ലാസ് മൊത്തം പോക്കാം, ഒന്നും കിട്ടൂല അല്ലേ? നോട്ട്സ് കംപ്ലീറ്റഡ് ആണോ? വൈ? ആ ഓക്കെ. ഞാൻ വിചാരിച്ചു ഇങ്ങനെ കാണിച്ച, അപ്പൊ ഞാൻ വിചാരിച്ചില്ലെന്ന്. ശരി, അപ്പൊ റെഡി ആക്കിയിരുന്നോ? ഞങ്ങൾ അന്ന് എപ്പോഴാണോ റൂട്ടിൽ കൂടെ വരുന്നത് അപ്പം ബുക്ക് കളക്ട് ചെയ്യും. ഓക്കെ, ആരെങ്കിലും ടീച്ചേഴ്സ് ആ ഭാഗത്തോട്ട് എടുത്ത് നമ്മുടെ വസുദേവിന്റെ ബുക്ക് കിട്ടാനുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ, ആതിര ഇവിടെ ഉണ്ടോ? ആതിര, യുവർ നോട്ട്സ് ആർ കംപ്ലീറ്റഡ്. Can you give your notes to Vasudev for few days? Then tomorrow morning, tomorrow I'll be at home. Will you bring Vasudev, which all the subjects you don't want? ഏതൊക്കെയാ വേണ്ടാത്തെ? മോനെ ഏതൊക്കെ നോട്ടുകളാ വേണ്ടാന്ന് അന്ന് അമ്മ ഏതൊക്കെയോ നോട്ടുകൾ കംപ്ലീറ്റഡ് ആണ്, അതുകൊണ്ട് മലയാളവും വേണ്ട, GK വേണ്ട, കമ്പ്യൂട്ടർ വേണം. കമ്പ്യൂട്ടർ വേണ്ട, മലയാളവും വേണ്ട, GK വേണ്ട. ഓക്കെ ഓക്കെ, ഒരു കാര്യം ചെയ്യാം. Thursday I will bring 2 books, 2 or 3 books I will bring. എല്ലാ ബുക്കും കൂടെ ഒന്നിച്ചു കൊണ്ടുവന്നാൽ അവൾക്കും പഠിക്കാനില്ല, മോൻ കംപ്ലീറ്റ് ചെയ്യാനും പാടായിരിക്കും. ഒരു 3 ബുക്ക് ഞാൻ ഏതെങ്കിലും അവളോട് വാങ്ങിച്ചു കൊണ്ടുതരാം. അത് കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് ട്യൂസ്ഡേ എനിക്ക് തിരിച്ചേൽപ്പിക്കണം. അപ്പോൾ ബാക്കി ബുക്ക് തരാം. ഓക്കെ, ടെൽ യുവർ ഫാദർ ടു കളക്ട് ഫ്രം പാഠശാലയിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറയണേ. ഞാൻ നോക്കാം അവിടെ കേട്ടോ. ഓക്കെ ശരി, അല്ലെങ്കിൽ ഒന്ന് എന്നെ വിളിക്കാൻ പറഞ്ഞാലും മതി. ഞാൻ വൈകുന്നേരം വരുമ്പോ അവിടെ നിന്ന് എനിക്ക് കുറെ ഓട്ടോയൊക്കെ കാണൂല, അപ്പം ചിലപ്പം കണ്ടെന്ന് പറ്റില്ല. ഓക്കെ ശരി. അതിരാ, മലയാളം, GK ആൻഡ് കമ്പ്യൂട്ടർ ഡോണ്ട് വാണ്ട്, വേണ്ട. മറ്റേതെങ്കിലും 3 ബുക്ക് നാളെ നിന്ന് കൊണ്ടേൽപ്പിക്കണം കേട്ടോ. നമ്മളെ നീറ്റായിട്ട് എഴുതാം. മോൻ കുറെ നാൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. സോ ഹി ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ദ നോട്ട്. അതുകൊണ്ടാണ്. ശരി, അപ്പൊ നമ്മൾ പഠിച്ച പോലെ നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ പറമ്പിലൊക്കെ ഉള്ള മരങ്ങള് നിങ്ങൾ നട്ടിട്ടുള്ളതായിരിക്കും. സ്മോൾ വൺ ഇറ്റ് വാസ്, ബട്ട് നൗ ഇറ്റ് ഹാസ് ഗ്രോൺ ബിഗർ ദാൻ യു. നിങ്ങളെക്കാളൊക്കെ വളർന്നു വലുതായി. ഇനി ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ് ഇറ്റ് വിൽ ബിക്കം വെരി ബിഗ് ട്രീസ്, ഇറ്റ് വലിയ മരമായിട്ട് തീരും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം. സോ ഓൾ ലിവിങ് തിങ്സ് വിൽ ഗ്രോ ആൻഡ് നോൺ ലിവിങ് തിങ്സ് വിൽ നോട്ട് ഗ്രോ അറ്റ് ഓൾ. പിന്നെ നമ്മൾ പഠിച്ചു
നോൺ ലിവിങ് തിങ്സിന്റെ സൈസ് ചിലപ്പോൾ വലുതായിന്ന് വരും. ഫോർ എക്സാമ്പിൾ നമ്മൾ കുറെ സ്റ്റോൺസ് ഒക്കെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ അഗെയിൻ ഇഫ് യു ബ്രിങ് ആൻഡ് ആഡ് സം മോർ സ്റ്റോൺസ് ഇറ്റ് വിൽ ബിക്കം വെരി ബിഗ് ഹീപ്പ്. ഒരു വലിയ കൂനയായിട്ട് മാറും. കുറെ മണ്ണ് ഉണ്ടായിരുന്നു, അതിന്റെ അത്രയും വലിപ്പം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി അവിടെ മണ്ണിട്ട് കഴിയുമ്പോൾ വലിയൊരു കുന്ന് പോലെ തോന്നും അല്ലെ? അങ്ങനെ ആർട്ടിഫിഷ്യൽ രീതിയില്ല, പക്ഷെ ആക്ച്വലി ഇറ്റ് ഡസന്റ് ഗ്രോ. അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ആരുടെയെങ്കിലും ഇൻഫ്ലുവൻസ് മുഖാന്തരം ഇറ്റ് മേ ഗ്രോ, അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ. A small puppy grows into a dog. Small seedlings grow into plants. Many of them grow to become tall trees. ഇവിടെ ഒരു സീഡ്ലിങ്ങിന്റെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് ഒരു സീഡ് മാത്രമേ, പേജ് നമ്പർ 73 നോക്കുക. ഫസ്റ്റ് പിക്ചർ, ഗ്രോത്ത് ഇൻ എ ചൈൽഡ്. ഫസ്റ്റ് ഇറ്റ് വാസ് എ ബേബി ലൈക്ക് അവർ ഷാനിഫ് പോയോ? ഉണ്ട്. ഷാനിഫിന്റെ ബേബിനെ പോലെ കുഞ്ഞു ബേബി ആയിരുന്നു അല്ലെ? In next year when we will ask Shanif to show your baby, she won't be like this way, he has to hold like this way or she'll be running. അടുത്ത വർഷം ഈ സമയത്ത് ഞങ്ങൾ ഷാനിഫിന്റെ ബേബിനെ ഒന്ന് കാണിക്കാൻ പറയുമ്പോഴത്തേനും ബേബി ഓടി നടക്കുമായിരിക്കും അല്ലേ? That means she will grow. Okay. Now see the first thing, the child is crawling. ഇവിടെ ക്രൗൾ ചെയ്യുന്ന ഒരു ബേബിനെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഉണ്ടാവുന്ന പാടെ ഇങ്ങനെ ക്രൗൾ ചെയ്യൊന്നുമില്ല കേട്ടോ. നമുക്കറിയാം, ഇപ്പൊ ഷാനിഫിന് അറിയാം, ക്ലിയർ ആയിട്ട് അറിയാം. ഷാനിഫിന്റെ വീട്ടിൽ കുഞ്ഞു ബേബി ഉള്ളതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം ആ ബേബിയെ വീട്ടിൽ കൊണ്ടുവന്നപ്പോ എങ്ങനെയായിരുന്നു? ഇത്രയും വളർന്നായിരുന്നോ കുഞ്ഞ് ഷാനിഫേ? ഫസ്റ്റ് ടൈം ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ കുഞ്ഞ് അത്ര ഉണ്ടായിരുന്നോ? സ്മോൾ വണ്ണായിരുന്നു അല്ലെ? ഓക്കെ. കുറച്ചും കൂടെ വളർന്നു, 2-3 months ആയപ്പോഴത്തേനും കുറച്ചുകൂടെ വളർന്നു അല്ലെ? ഓക്കെ. നെക്സ്റ്റ് ഇയർ നമ്മൾ ചോദിക്കുമ്പോഴത്തേനും കുറെ വലുതാകും, ഇത്രയായിട്ടുണ്ടാവും. അപ്പം അവളെ കാണിക്കാൻ പറയുമ്പോൾ ഓടുന്ന വീഡിയോ ആയിരിക്കും, അല്ല ഫോട്ടോ ആയിരിക്കും നമ്മളെ കാണിക്കുന്നത്. ഓക്കെ. ദിസ് ബേബി ഈസ് ക്രൗളിങ്. അതിനുശേഷം നോക്ക് സെക്കൻഡ് ബേബി നോക്ക്, കുറച്ചും കൂടെ വലുതായി. തേർഡ് ബേബിനെ നോക്കി, ഫോർത്ത് വൺ ഇത്രയായി. ഇനി ഒരു ഫിഫ്ത്ത് വൺ കൊടുക്കുവാണെങ്കിൽ മിസ്സിനെ പോലെ ആയിട്ടുണ്ടാവും, ഓൾഡ് വൺ ആയിട്ടുണ്ടാവും അല്ലെ? ആൻഡ് ഒരു ഫിഫ്ത്ത് വൺ കഴിഞ്ഞ് സിക്സ്ത് വണ്ണിന്റെ കൂടെ കൊടുത്താൽ ഒരു ഗ്രാൻഡ് ആയിരിക്കും. ലൈക്ക് ദാറ്റ് വേ. സോ ഓൾ ലിവിങ് തിങ്സ് വിൽ ഗ്രോ. അവിടെ ഇവിടെ സീഡ് നോക്കിക്കേ. സീഡിൽ നോക്കുക, ഫസ്റ്റ് സീഡ് ഓൺലി സീഡ് ഈസ് ദർ. സെക്കൻഡ് വണ്ണില് ജസ്റ്റ് വൈറ്റ് കളർ റൂട്ട് ഹാസ് കം ഔട്ട്. റൂട്ട് എന്ന് പറയാൻ പറ്റത്തില്ല അതിൽ നിന്ന്. തേർഡ് വണ്ണില് റൂട്ട് ആയി. നെക്സ്റ്റ് 2 leaves start to grow, and in fourth one that കോട്ട്ലിനിൽ നിന്നും നമ്മുടെ ലീഫ് ഇങ്ങനെ പുറത്തോട്ട് വരുന്നു. ആൻഡ് ഫിഫ്ത്ത് വണ്ണിൽ നോക്കിയപ്പോ കോട്ട്ലിനെ കാണാനില്ലാത്ത രീതിയിലായി. പിന്നെ ലീവ്സ് നോക്കിക്കേ. ഇനി നമ്മൾ ചിത്രം തരികയാണെങ്കിൽ little big one plants picture will be there, then big trees picture will be there, isn't it? Okay. So the growth of living things is and different from the growth of non-living things such as crystal on a heap of sand. Growth in living things occurs within the organism by the division of cells. In single celled organism, growth ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചാണ്. സിംഗിൾ നമ്മുടെ ബോഡിയിൽ how many cells are there in our body? Millions and millions of cells are there. See, but in non-living things there is no cells at all, and there are many single cells or microorganisms. Single cells organisms are there. They are not seen by our eyes. We cannot see it. We can see it only with the help of microscope. And for example, coronavirus. Now you are very familiar with corona, isn't it? Coronavirus. Can we see those virus? No, we cannot see, because it is a small, very small thing. With the help of microscope only we can find out. Microscope ഉപയോഗിച്ച് മാത്രമേ കൊറോണ വൈറസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലെ? ഓക്കെ. ഇൻ സിംഗിൾ സെൽ അനിമൽ എന്ന് പറയാൻ പറ്റില്ല, ഓർഗാനിസം. അതായത് നമ്മൾ ഇത്രയും ചെറിയ ജീവികളെ നമ്മൾ അനിമൽ എന്നോ ബേർഡ് എന്നോ പ്ലാന്റ് എന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. അതിനെ നമ്മൾ പറയുന്ന ഓർഗാനിസം എന്നാണ്. ലൈക്ക് ദാറ്റ് single cell organisms will have only one cells through their lifelong, all through their lifelong. Even though we human beings, all animals and all birds, all plants, when they were embryo, we were only one single cell organism. അതായത് നമ്മൾ നമ്മുടെ അമ്മമാരുടെ വയറ്റില് ആകുമ്പോൾ തന്നെ ഫസ്റ്റ് ടൈം only single one cell ഉണ്ടായിരുന്നുള്ളൂ നമ്മളൊക്കെ. അതിനുശേഷം ആ സെൽ അവിടുന്ന് തന്നെ വളർന്ന് കുറേ സെല്ലുകളായാണ് നമ്മൾ ബേബി പുറത്തേക്ക് വരുന്നത്. പിന്നെ ആസ് വി
grow, our cells are increasing, means cells are increasing, doubling. ഇപ്പൊ നമ്മുടെ ബോഡിയിൽ എത്ര സെൽസ് ഉണ്ടെന്ന് നമുക്ക് എണ്ണാൻ പറ്റത്തില്ല. പക്ഷേ ഈ മൈക്രോ ഓർഗാനിസംസ്, സിംഗിൾ സെൽ ആനിമൽസ് അല്ലെങ്കിൽ ഓർഗാനിസംസ് എന്ന് പറയുന്നത് അവർ വളരുന്നതനുസരിച്ച് അവരുടെ സെല്ലുകൾ എണ്ണം കൂടുന്നില്ല. ആ ഒരു മരിക്കുന്നത് വരെ അവർക്ക് ഒരു സെല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ സെല്ലിന്റെ വലിപ്പം കുറച്ച് കൂടും. ഈ പറഞ്ഞ കൊറോണ പോലെയുള്ള നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോൾ സിംഗിൾ ആണ്, അത് അവിടുന്ന് അത് സിംഗിൾ വേറെ ആവുന്നുണ്ടല്ലോ, അതിന്റെ ബേബീസ് ആവുന്നുണ്ടല്ലോ, ആ ബേബീസ്. പക്ഷെ വളർന്നു വരുന്ന മദർ കൊറോണ വൈറസ് അല്ലെങ്കിൽ ഫാദർ കൊറോണ വൈറസ് അവർ മരിക്കുമ്പോഴും അവർക്ക് ഒറ്റ സെല്ലേ ഉള്ളൂ. പക്ഷെ ആ സെല്ലിന്റെ സൈസ് വിൽ ബി എൻലാർജ്ഡ്, ബിഗ് വൺ വിൽ ബി ദർ. ഇത്രയുള്ള സെല്ലാണെങ്കിൽ ഇത്രയാകും. അതായത് ഇത്രയൊന്നും ഇല്ല കേട്ടോ, മിസ് ജസ്റ്റ് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ സെല്ല് എത്രയുണ്ടായിരുന്നു അതിന്റെ വലിപ്പം കൂടുന്നു മാത്രമേ ഉള്ളൂ, സെല്ലുകളുടെ എണ്ണം കൂടത്തില്ല. നമുക്കൊക്കെ സെല്ലുകളുടെ എണ്ണം കൂടും. ഓക്കെ. Animals stop growing after they have reached a certain size and age, whereas plants continue to grow throughout their life. Okay. And animals, human beings, birds and all will stop their growing size after a certain age. നമ്മൾ പറയും നമ്മൾക്കൊരു 18 വയസ്സ് 20 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളരത്തില്ല. മനസ്സിലായോ? പിന്നെ നമ്മൾ ആ ഒരേ കണ്ടീഷൻ പോകുമ്പോൾ സംടൈംസ് വി മേ ബിക്കം ഫാറ്റി, തടി വെക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെയും അല്ലെങ്കിൽ നമുക്ക് എക്സസൈസ് കുറയുന്നതിന്റെ ഒക്കെ ആയിട്ട് നമുക്ക് തടിയിൽ കൂടുതലോ കുറവുകളൊക്കെ സംഭവിക്കാം. ചിലർ മെലിഞ്ഞു പോയി തടി വെച്ചു എന്നൊക്കെ നമ്മൾ പറയല്ലേ. പക്ഷെ their height never will increase. Now you are 12 or 11 or 12 or 13 years, that's all. You will grow still. ഇനിയും നിങ്ങൾ വളരും up to 20 years or 18 years, 19 years, 20 years. 20 yearsൽ നിങ്ങൾക്കുള്ള ഹൈറ്റ് എത്രയാണോ ആ ഹൈറ്റ് തന്നെ ആയിരിക്കും നിങ്ങളുടെ ലൈഫ് ലോങ് ഉണ്ടാവുക. പക്ഷെ നിങ്ങൾ ഫാറ്റി ആകാം, maybe become slimmer. Just to see, if you have your parents' marriage photo, that may be 13, 14, 15 years back only, isn't it? ചിലരുടെയൊക്കെ 15 വർഷം 16 വർഷമൊക്കെ ആയതായിരിക്കും നിങ്ങളുടെ പേരൻസിന്റെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ആ മാരേജ് ഫോട്ടോയിൽ കാണുന്ന ഹൈറ്റ്, ഫാദറിന് എത്ര ഹൈറ്റ് ഉണ്ടായിരുന്നോ മദറിന് എത്ര ഹൈറ്റ് ഉണ്ടോ അത് സെയിം ഹൈറ്റ് ആയിരിക്കും ഇപ്പോഴും. പക്ഷെ ഫാറ്റിന്റെ കാര്യത്തിൽ there will be some changes. ആ സമയം നിങ്ങളുടെ ഫാദറും മദറും ചിലപ്പോൾ സ്ലിം ആയിരുന്നിരിക്കാം, മെലിഞ്ഞിട്ടിരുന്ന ആളായിരിക്കും. ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ദയമായിട്ട് ബിക്കം ഫാറ്റി, കുറച്ചും കൂടി തടി വെച്ചിട്ടുണ്ടാവും. ഓക്കെ. നിങ്ങളുടെ വീട്ടിലെ മാരേജ് ഫോട്ടോ ഒക്കെ ഉണ്ടോ? അല്ലെങ്കിൽ ഫാദറിന്റെ ഒക്കെ ഒരു 20, 25, 20, 22, 23 വയസ്സിലൊക്കെ ഉള്ള അല്ലെങ്കിൽ ഒരു 25 വയസ്സിലൊക്കെ ഉള്ള ഫോട്ടോസ് ഉണ്ടോ നിങ്ങളുടെ വീട്ടില്? ഹൗ മെനി ഓഫ് യു ഹാവ്? ഓക്കെ, ജസ്റ്റ് സീ there. അതിൽ നോക്കുക. ഓക്കെ. See there, height will be the same. At that time, how much height was there for your parent? That much only height, this much now also. But fat will be different. Okay. ചില ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില സമയത്ത് നല്ലോണം തടിയൊക്കെ വെച്ചിട്ട് ചിലപ്പം കുറച്ച് നാളെ ഡയറ്റ് ഒക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് ജിമ്മിനൊക്കെ പോയിട്ട് അല്ല ഓടിയിട്ടൊക്കെ ആയിട്ട് ഫാറ്റ് കുറയ്ക്കും. അല്ല, ഫാറ്റ് വിൽ ബി ഡിഫറെന്റ് കേട്ടോ. നമ്മുടെ ബോഡിയുടെ ഹൈറ്റ് ഇപ്പം certain animals will grow up to a certain age, that's all, certain years. But plants will grow all through their life. അവരെത്ര വർഷം ജീവിച്ചിരിക്കുന്നു അത്രയും വർഷം വളർന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? സ്റ്റോപ്പ് ഇല്ല. കാരണം ന്യൂ ലീവ്സ് വിൽ കം ഔട്ട്. പുതിയ ലീവ്സ് വരും. ഒരു ലീവ്സ് കൊഴിഞ്ഞു പോകും, അടുത്ത ലീവ്സ് വരും. നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഓക്കെ. നെക്സ്റ്റ്, ലിവിങ് തിങ്സ് ഹാവ് എ ഡെഫിനിറ്റ് ലൈഫ് സ്പാൻ. എല്ലാ ലിവിങ് തിങ്സിനും ഒരു പ്രത്യേക ലൈഫ് സ്പാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ each living thing organism is born, it grows and then dies. Different organisms have different lifespan. അതായത് നമുക്കറിയാം എല്ലാ ലിവിങ് തിങ്സും ജനിക്കുന്നു, അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ജനിക്കുന്ന സമയത്ത് അതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലായിരിക്കും. സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു സ്റ്റേജിലായിരിക്കും. Gradually it starts to do one by one, and years pass. It will do everything by themselves. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ബേബിനെ കണ്ടു, ആ ബേബിനെ ഓർമ്മയില്ലേ നമ്മുടെ ഷാനിഫിന്റെ കുഞ്ഞാവേനെ? ഓക്കെ, ആ ബേബി ഫസ്റ്റ് ഒന്നും എടുത്തു കൊണ്ടുവന്ന് കിടക്ക ആ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഷാനിഫ ഇപ്പൊ മോള് കൈയൊക്കെ ഇട്ട് ഇങ്ങനെ കളിക്കുകയൊക്കെ ഇല്ല കട്ടിലൊക്കെ കിടത്തി കഴിയുമ്പോൾ ഇല്ലേ? വെരി ഗുഡ്. കുഞ്ഞാവുകൾ അങ്ങനെയാണ് അല്ലെ? നിങ്ങളും അങ്ങനെയായിരുന്നു, ഞാനും അങ്ങനെയൊക്കെ ആയിരുന്നു. ഓർമ്മയില്ലെന്ന് മാത്രം നമുക്കതൊന്നും ആ ഒരു സ്റ്റേജ്. ഇപ്പൊ നമ്മുടെ വീട്ടിലെ യങ്ങർ വൺസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഷാനിഫ് കുഞ്ഞായിരുന്ന പോലത്തെ കാര്യങ്ങളൊന്നും ഷാനിഫിന് ഓർമ്മയില്ല, ഇങ്ങനെയാന്നൊക്കെ. പക്ഷെ ഇപ്പൊ അവനറിയാം ഇങ്ങനെയൊക്കെയാണ് പിള്ളേർ, കാരണം അവന്റെ വീട്ടിൽ ബേബി ഉണ്ട്. ഓക്കെ, സോ now she starts to move this side, that side and all. She starts to move her hands, legs and all.
ഇനി ഒരു 2-3 മാസം പോലെ ഇനി ഒരു കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേനും she may try to turn. ഇപ്പൊ തിരിയാനൊക്കെ തുടങ്ങിയോ മോനെ? അത്ര ആയില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല. ഓക്കെ, കിടക്കുന്നിടത്ത് കിടന്നോളും കുഞ്ഞ്. നിങ്ങളെ പോലെ അനുസരണ ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പായൊന്നുമില്ല. പക്ഷെ ഇച്ചിരി കൂടെ കഴിയുമ്പോൾ തുടങ്ങുള്ളൂ. നിങ്ങളെയൊക്കെ കണ്ടല്ലേ പഠിക്കുന്നത്. ഇവിടെ കിടത്തിയാ ചിലപ്പോ തിരിഞ്ഞു പറഞ്ഞ് വലിയൊരു ഒച്ച കേൾക്കാം, ടപ്പോ മമ്മി വരും, പിന്നെ ഒരു കരച്ചിലും. മമ്മി വന്ന് നോക്കുമ്പോൾ കട്ടിലേം താഴെ കിടക്കും അല്ലെ? അങ്ങനെയൊക്കെ നമ്മളൊക്കെ വളർന്ന് അങ്ങനെയാണ് സ്റ്റേജിലൊക്കെ. സോ ഷി വിൽ സ്റ്റാർട്ട് ടു മൂവ് ദിസ് സൈഡ് ദാറ്റ് സൈഡ് ആൻഡ് ഓൾ. ദെൻ നമ്മൾ നിലത്തിരുത്തിയാൽ കമളാൻ തുടങ്ങും, വലിയാൻ തുടങ്ങും, പിന്നെ മുട്ടയിൽ അഴിയാൻ തുടങ്ങും, പിന്നെ പയ്യെ 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 പിടിച്ചെഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങും, പിന്നെ ഓടാൻ തുടങ്ങും, പിന്നെ നിങ്ങൾക്ക് തല്ല് തരാനും തുടങ്ങും. ഓക്കെ, സാധാരണ യങ്ങർ വൺസിന്റെ അടി മേടിക്കലല്ലേ ചേട്ടായിമാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ പണി. നിങ്ങൾ തിരിച്ചു കൊടുത്താലോ? കുഞ്ഞാവയ്ക്ക് തിരിച്ചൊന്ന് കൊടുത്താലോ? മമ്മിയുടെ 2 കിട്ടും, വെരി ഗുഡ്, കറക്റ്റ്. അമ്മയുടെ അടുത്ത് നിന്ന് 2 കിട്ടും, അച്ഛൻ വരുമ്പോ പിന്നെ 2 കിട്ടും, ബാക്കി വഴക്കും കിട്ടും അല്ലേ? ഓക്കെ, സോ എല്ലാവരുടെയും വീട്ടില് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും ചേട്ടന്മാർക്കിട്ടൊക്കെ. ആർക്കൊക്കെ ഇവിടെ എന്താ വസു? അല്ല നിങ്ങൾ അല്ല അനിയൻ തല്ലും, തിരിച്ചങ്ങോട്ട് കൊടുത്താലത്തെ കാര്യം ഞാൻ ചോദിച്ചത്. ഓക്കെ, നിങ്ങൾ യങ്ങർ വൺസ് ആണെങ്കിൽ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ചേട്ടന്മാരാണെങ്കിൽ അല്ലെ ചേച്ചിമാരാണെങ്കിൽ അനിയന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടും ഉണ്ടാവും ഉറപ്പായിട്ട്. അതിന് അതാണ് പറയുന്നത്. ഓക്കെ, ശരി, ഇവിടെ നമുക്ക് അതിലേക്ക് വരാം. സോ നമുക്കൊരു ലൈഫ് സ്പാൻ ഉണ്ട്. അപ്പൊ നമുക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഇതാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ബേബി ആയിരുന്ന സമയത്ത് ഇപ്പം കിടന്ന കിടപ്പിൽ മൂത്രമൊഴിക്കും, അപ്പിയിടും, അത് കുഞ്ഞുവാവയുടെ സമയത്ത് അല്ലെ? പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും പയ്യെ നടക്കാനൊക്കെ തുടങ്ങുമ്പോഴത്തേനും മമ്മിമാര് പറയും മൂത്രമൊഴിക്കണം എന്ന് പറയുമ്പോഴത്തേനും പുറത്തോട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ട് മൂത്രമൊഴിപ്പിക്കും അല്ലെ? പക്ഷെ പിന്നെ നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ തന്നെയാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ അറിയത്തില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പം നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇല്ല. യു വിൽ ഡു എവറിത്തിങ് ബൈ യുവർ സെൽഫ്. യു വിൽ ടേക്ക് ബാത്ത്, യു വിൽ ഗോ ടു ടോയ്ലറ്റ്, യു വിൽ ക്ലീൻ യുവർ സെൽഫ്. എവറിത്തിങ് യു വിൽ ഡു ബൈ യുവർ സെൽഫ്, isn't it? You don't ask any help from parent now. They will not do, isn't it? So like this way നമുക്ക് എല്ലാവർക്കും ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്, ഒരു ലൈഫ് സ്പാൻ. First we will grow, we will born, then we will grow, then last we will die. All living things will die. എല്ലാ ലിവിങ് തിങ്സിനും ഒരു എൻഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മള് മനുഷ്യർക്കാണെങ്കിലും ഒരിക്കലും ജനിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും മരിക്കും. മേ ബി അതിനൊരു കുറച്ച് ഡ്യൂറേഷൻസ് ഉണ്ടാവും. ചിലർ 1 year ആകുമ്പോൾ മരിക്കും, ചിലർ 10 months ആകുമ്പോൾ മരിക്കും, ചിലർ 1 month ആകുമ്പോൾ മരിക്കും, ചിലപ്പം 2 years, 10 years, 100 years വരെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. മോർ ദാൻ 100 years ജീവിക്കുന്ന ചില ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ? സോ ലൈക്ക് ദാറ്റ് നമുക്കൊരു ലൈഫ് സ്പാൻ ഉണ്ട്. അല്ല വരെ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ആവറേജ് ലൈഫ് സ്പാൻ ഓഫ് സം ഓർഗാനിസംസ്. ഹിയർ ബാക്ടീരിയ ഓൺലി ഫോർ 20 minutes. ബാക്ടീരിയക്ക് എത്രയാണ്? 20 minutes. പക്ഷെ ഈ 20 minutes കൊണ്ട് നല്ലപോലെ അവർ യൂസ് ചെയ്യും. മനസ്സിലായോ? ഇപ്പോഴോ എന്നാ ഒരു പെൻഡ്രൈവ് എടുത്തിട്ട് 1 second. നമ്മുടെ ആവശ്യം വരുമ്പോൾ one second മക്കളെ. ഓക്കെ, we shall continue. Bacteria only for 20 minutes only. ഈ ബാക്ടീരിയ പുറത്ത്, അതായത് നമ്മുടെ ബോഡിയുടെ ഉള്ളിലാണെങ്കിൽ ഇതിന് ലൈഫ് ഉള്ളൂ. മനസ്സിലായോ? എനി ആനിമൽസിന്റെ ലിവിങ് ഓർഗാനിസത്തിന്റെ ഉള്ളിൽ ചെന്നാൽ മാത്രമേ ഇത് ആക്റ്റീവ് ആവുള്ളൂ. എന്താ അതിരെ കുട്ടി? ഞാൻ കണ്ടു, മൈനസ് മാർക്ക് ഇടും കേട്ടോ. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മളിപ്പോ കൊറോണ വൈറസിന്റെ ഒക്കെ ആണെന്നൊരിയില് നമ്മുടെ കയ്യിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കൈ കഴുകിയ സംഭവം പൊക്കോളും. പിന്നെ ഒരു സ്ഥലത്ത് ഇപ്പൊ എനിക്ക് കൊറോണ ഉണ്ടെന്ന് വിചാരിക്കുക, ഇഫ് ഐ ഹാവ് ടച്ച്ഡ് എനിവേർ, ഞാൻ എവിടെയെങ്കിലും ടച്ച് ചെയ്തു എന്ന് വിചാരിക്കുക, അപ്പൊ എന്റെ കയ്യിലെ കൊറോണ അല്ലെങ്കിൽ ആ വൈറസ് ഈ ഞാൻ ടച്ച് ചെയ്ത പ്ലേസിൽ പറ്റിയിട്ടുണ്ടാവും അല്ലെ? അവിടെ നാളെ ഒരാൾ വന്ന് തൊടുന്നെങ്കിൽ നോ പ്രോബ്ലം, ഇറ്റ് വിൽ ലീവ് ഫോർ ഓൺലി ഫ്യൂ മിനിറ്റ്സ്. ആ മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഡൈ. അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായോ?
Okay. Bacteria has only 20 minutes. Next, housefly. Housefly means you know, no? അറിയത്തില്ലേ housefly എന്താന്ന്? That lives for 1 to 4 months. Average living span is 1 to 4 months. Aromel. Okay. 1 second. Miss, flying fox എന്ന് വെച്ചാലോ? Flying fox. Flying fox. അത് വേറെ animal. Okay, house fly അറിയത്തില്ലേ നമ്മുടെ വീട്ടിലുള്ള ഈച്ച അല്ലേ? Next mouse 2 to 3 years. ഓ കൊള്ളാം അല്ലേ? 2 to 3 years it has. 3 years maximum കേട്ടോ. Next squirrel 8 to 9 years. Next dog 12 to 14 years. Next lobster 20 years. Okay. 20 years. Next lion 20 to 25 years. Horse 25 to 30 years. Ostrich 45 to 50 years. Human being 60 to 80 years. Average ആണ് കറക്റ്റ് അല്ല എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതലാകാം. മനസ്സിലായോ? പക്ഷേ ഒരു ആവറേജ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിനേക്കാൾ കൂടുതലാകാം, അതിനേക്കാൾ കുറവ്. പക്ഷെ നമ്മൾ അതിന് രണ്ടിന്റെങ്കിലും മിഡിലായിട്ട് പറയുന്ന ഒരു ഏജ് ആണ് നമ്മൾക്ക് മരിക്കുന്ന മനുഷ്യ ഹ്യൂമൻ ബീങ്സ്. ഞാൻ പറഞ്ഞല്ലോ 115 ഇയേഴ്സിലൊക്കെ ഈ കഴിഞ്ഞിടെ എന്നാൽ ഇങ്ങനെ പേപ്പറിൽ കണ്ടായിരുന്നല്ലോ 105 ഇയേഴ്സിൽ മരിച്ചു, 115 ഇയേഴ്സിൽ. പക്ഷെ അത് വളരെ റെയർ ആണ്. ഒരുപാട് ആൾക്കാർ അങ്ങനെ അത്ര കാലം ജീവിച്ചിരിക്കുന്നില്ല, വളരെ റെയർ ആയിട്ട്. ഓക്കെ. ഹ്യൂമൻ ബീങ്സ് 60 to 80 ഇയേഴ്സ്. എലിഫന്റ് 70 to 90 ഇയേഴ്സ്. Tortoise 120 to 150 years. Uyyo. Tortoise is this much only, isn't it? How many years? 120 to 150 years. Next, bristlecone pine, thousands of years. ഈ bristlecone pine എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? ഒരു ട്രീ ആണ് കേട്ടോ, പൈൻ ട്രീസ്. നിയർലി thousands of years. 1000 അല്ല, thousands of years. 1000 കൂടുതൽ വർഷങ്ങൾ ജീവിച്ചിരിക്കും പൈൻ ട്രീസ്. ഓക്കെ. സോ നമ്മൾ വളരെ പുറകിലല്ലേ, 60 to 80 years. നമ്മളെക്കാളും കൂടുതലാണ് ടോർട്ടൈസ് വരെ. ടോർട്ടൈസ്, എലിഫന്റ് പിന്നെ വലിയൊരു ജീവിയാന്ന് വിചാരിക്കും. പക്ഷെ അത്രയും ചെറിയ ടോർട്ടൈസ് നമ്മളെക്കാളും മുന്നിൽ നിൽക്കുന്ന പറഞ്ഞാൽ ഭയങ്കര കഷ്ടമല്ലേ അല്ലേ? മാറ്റിടും. ഓക്കെ. ജോയൽ വർക്ക് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല, നമുക്കാണ് വർക്ക് ചെയ്യേണ്ട ആവശ്യം. അത് കറക്റ്റാണ് അവനെ. ഈ കഷ്ടപ്പാട് മുഴുവൻ നമ്മൾ കഷ്ടപ്പെട്ടു. പക്ഷെ നമ്മുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 60 to 80 ഇയേഴ്സ് ഉള്ളതാണ്. ഈ ടോർട്ടൈസിനൊക്കെ എന്ത് കഷ്ടപ്പാടല്ലേ. വെള്ളത്തിൽ വേണമെങ്കിൽ വെള്ളത്തിൽ കൂടി ജീവിക്കാം. ഇഫ് യു വാണ്ട് ടു ലിവ് ഓൺ ദി ലാൻഡ് ഹി ക്യാൻ ലിവ് ഓൺ ദി ലാൻഡ്. വെദർ ഇഫ് യു വാണ്ട് ടു സ്വിം ഹി ക്യാൻ ഗോ ടു ദ സീ ഓർ റിവർ ആൻഡ് ഓൾ. So lucky so lucky people they are. Tortoise, elephant 70 to 90 years. Okay, leave it. Okay. Enta kochu avada poyi. Where is my boy? Joel, please can you unmute? കേൾക്കുന്നുണ്ടോ? Please unmute and read out the table please. ഈ വായിച്ച ടീച്ചർ ഇപ്പം വായിച്ച ടേബിൾ ഒന്ന് വായിച്ച മൊത്തേ. ബാക്ടീരിയ ഉണ്ടോ കുഞ്ഞിന്? Bacteria 20 minutes. Housefly 1 to 4 months. 1 to 4 months. A mouse 2-3 years. Squirrel. Squirrel. Squirrel എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? അണ്ണാറക്കണ്ണൻ. അണ്ണാനെ കണ്ടിട്ടുണ്ടോ? ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ. 8 to 9 years. Dog 12-40 years. Lobster 20 years. Lion 20-25 years. മതി, അത്ര നാൾ ജീവിച്ചാൽ മതി അല്ലേ? ഭയങ്കര ദുഷ്ടനല്ല ലൈന്, നമ്മളൊക്കെ തിന്നൂലേ? 25 വർഷം മതി, ധാരാളം. ഓക്കെ. നെക്സ്റ്റ് horse 25-30 years. ആതിരാ
What are you murmuring? Unmute and say murmuring girl. അമ്മ എവിടെ ഇരുന്നോട്ടെ. ഡോണ്ട് ലുക്ക് അറ്റ് ഹെർ. ഓക്കെ. അവിടെ ഫിഫ്തിൽ ഒരു ജോസി ഉണ്ട്. ഏത് നേരം ഇതുപോലെ പിറുപിറുത്തോണ്ടിരിക്കും. ഓക്കെ. ഫ്രീഡ്മാൻ ജോയൽ കണ്ടിന്യൂ. Ostrich. 45-50 years. 45 to 50 years. Next. Human beings. 60-80 years. 60 to 80 years. അങ്ങനെ പറയണം കേട്ടോ. 60 മുതൽ 80 വയസ്സ് വരെ എന്നാണ്. 2 ആഡ് ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ്. Elephant. 70 to 90 years. Very good. Tortoise. 120 to 150 years. Bristol corn pine trees. Okay. How many years? Thousands of years. Okay. Okay. Next, the main feature of living thing is living things can reproduce. Reproduce means they can produce their young ones. എല്ലാ ലിവിങ് തിങ്സിന് അതിന്റെ യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാനും പുതിയ കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. All living organisms reproduce their own kind. All animals such as human beings, dogs, cats or crows give birth to new animals like themselves. And we all know that baby birds hatch from eggs. നമുക്കറിയാം എല്ലാ ലിവിങ് തിങ്സും, അത് പ്ലാന്റ്സ് ആയിക്കോട്ടെ, അനിമൽസ് ആയിക്കോട്ടെ, human beings ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, they will reproduce their young ones. And we know that human beings, dogs, cats and all reproduce the young ones like themselves. അവരെ പോലെയുള്ള കുഞ്ഞുങ്ങളെ തന്നെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു കുഞ്ഞു പശുവിനെ പോലെയാണ് ഇരിക്കുന്നത് അല്ലെ. ഒരു ഡോഗിന്റെ ബേബി ലുക്സ് ലൈക്ക് ഇറ്റ്സ് ഡോഗ്. Then a human being's baby looks like a human beings. Okay. Then we know that through delivery they will reproduce. And some birds and some insects and all reproduce by hatching their eggs, means by laying eggs. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന ജീവികളുണ്ട്. ഒരു പക്ഷിന്റെ മുട്ടയുണ്ട് ഇവിടെ. Where? പക്ഷിന്റെ മുട്ടയുണ്ട്. In near your house. Okay, good. Okay, don't disturb the mother bird. Let the bird give birth to young one baby. Okay, don't disturb it. Okay. അപ്പൊ ഇതുപോലെ ബേബി ആയി കഴിയുമ്പോൾ ഒരു ദിവസം ഞങ്ങളെ കാണിക്കൂ കേട്ടോ. ഓക്കെ. അതുവരെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഡിസ്റ്റർബ് ചെയ്താൽ കുഞ്ഞിനെ എടുത്തിട്ട് അത് സ്ഥലം വിടും. ശരി. ഓക്കെ. നമുക്കറിയാം ഡോഗ്, ക്യാറ്റ് ഇങ്ങനെയുള്ളതെല്ലാം മനുഷ്യരും എല്ലാം അവരുടെ പോലെ തന്നെ ഇരിക്കുന്ന ബേബീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. Some birds, not all birds, some birds and some insects, some reptiles and all lay eggs and they will reproduce their young ones. And then another thing, we all know that baby bird hatches eggs from egg and the bird sits on the eggs. So നമുക്കറിയാം ബേർഡ് ഇപ്പം പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ കോഴി ഉണ്ടെങ്കിൽ കോഴി അല്ലെങ്കിൽ ബേർഡ്സ് ഇതെല്ലാം ഹാച്ച് അതിന്റെ മുട്ടയുടെ മേലെ അടയിരിക്കും. എന്തിനാ മിസ്സേ, എന്റെ ലവ് ബേർഡ്സ് മുട്ടയിട്ടിട്ട് 5 കുഞ്ഞുങ്ങളായി. പുസ്തട്ട് ആരുടെയാ പേര്? നിജാദ്. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ തന്നെ ഞങ്ങളെ അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് കാണിക്കണേ നിജാദേ. കേട്ടോ? ഓക്കെ. ഇപ്പം ഇവിടെ നോക്കിയ പേജ് നമ്പർ 74 ഹാച്ചിങ് ഓഫ് ആൻ എഗ്. ഫസ്റ്റ് മദർ ബേർഡിലെ എഗ്സ്, അതിൽ നിന്നും എന്താണ് എംബ്രോ എന്ന് പറയുന്ന നടുക്കത്തൊരു സാധനം, നമ്മളെന്താ മഞ്ഞ എന്ന് പറയും, മുട്ടയുടെ വൈറ്റ് വനന്റെ യെല്ലോ പാർട്ടിൽ തരണോ യോക്ക്. ഓക്കെ. ആ യോക്കിൽ നിന്നും നമ്മൾ പറഞ്ഞ പോലെ സിംഗിൾ സെൽ ആയിട്ടുള്ള ന്യൂ ബേബിയുടെ ജന്മം കൊടുക്കുകയാണ് അവിടെ. പിന്നെ അത് പതിയെ പക്ഷി അതിന്റെ മേളിൽ ഇരുന്ന് ചൂട് കൊടുത്ത് അതിന്റെ ഉള്ളിലുള്ള ബേബി വളർന്ന് nestling comes out, means the baby bird comes out. Baby birds come out of the eggs after a few days. Frogs, snakes, spiders and mosquitoes also hatch from eggs. Most plants are produced from seeds. അതുപോലെ എല്ലാ പ്ലാന്റ്സിനും റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. മേ ബി ഫ്രം സീഡ്സ് or from flowers or from roots, from leaves, like that. Different methods are there for plants also. എങ്ങനെയായാലും അതിന്റെ യങ് വൺസിന് ഉണ്ടാക്കും. പിന്നെ നമുക്കറിയാം വേറെ ചില ഇതില്
ചിലപ്പോൾ ബേബി ഉണ്ടാകുമ്പോൾ മദറുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. മീൻസ് നോ സിമിലാരിറ്റി ഫോർ ദാറ്റ്. It looks entirely different. For example, butterflies. When butterfly lays eggs and from the egg, what new butterfly will come out? Will new butterfly come out? No. Instead of that, what will come out? What will come out? Worm, isn't it? Worm, silkworm, like that. Worms will come out. Worms gradually it will become moth, means pupa. Then gradually changes take place. Then finally it becomes a butterfly, isn't it? ബട്ടർഫ്ലൈയുടെ മുട്ട വിരിയുമ്പോൾ ബട്ടർഫ്ലൈനെ പോലെയുള്ള കുഞ്ഞല്ല പുറത്ത് വരുന്നത്, ഒരു പുഴു പോലെയാണ്. ആ പുഴു വളർന്ന് പിന്നെ അത് പ്യൂപ്പയൊക്കെ ആയി ലാസ്റ്റ് കൊക്കൂൺ ആയതിനു ശേഷം അതെന്താവുന്നു? ബട്ടർഫ്ലൈ ആയി മാറുന്നത്. ലൈക്ക് ദ സെയിം വേ വേറെ ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് അറിയാമോ? മദറുമായിട്ട് യാതൊരു തരത്തിലും രൂപസാദൃശ്യമില്ലാത്ത യങ് വൺസിനെ കുറിച്ച്? വെരി ഗുഡ്. ഫ്രോഗിന്റെ ബേബിനെ വിളിക്കുന്ന പേരാണ് ടാഡ്പോള്. എന്താ എന്ന് പറയുന്നത്? ടാഡ്പോളിന്റെ മലയാളത്തിൽ വാൽമാക്രി അല്ലെ? ഓക്കെ. വാൽമാക്രി ഉണ്ടാകുമ്പോൾ ശരിക്കും ഫിഷിനെ പോലെ ഇരിക്കുന്നു. അത് വളരുന്നതനുസരിച്ച് അതിന്റെ ടെയിൽ, ബാക്കിലുള്ള ടെയിൽ ഷോർട്ടായി വന്ന് പിന്നെ കുണ്ടുമണിയാകും. ഇങ്ങനെ നീണ്ടിരിക്കുന്നത് തടിച്ചു കുറുകി വരും അല്ലെ? ഒരു ഫ്രോഗിന്റെ ഷേപ്പിലേക്ക് ആകും അല്ലെ? ഓക്കെ. അങ്ങനത്തെ ഡിഫറൻസ് ഉണ്ട്. നെക്സ്റ്റ് അനദർ തിങ്, all living organisms will reproduce their own category of young ones. Never a dog will reproduce a baby cat. Never a cat reproduce a baby dog, means puppy. Never a lion reproduce tiger's baby. Never a human beings reproduce a cat's baby, means kitten. Cat will reproduce cat's baby only. Human beings will reproduce human beings baby. Cow will reproduce cow's baby. ഒരിക്കലും കൗ ഹോർസിന്റെ ബേബിനെയോ ഹോർസ് കൗവിന്റെ ബേബിനെയോ റീപ്രൊഡ്യൂസ് ചെയ്യൂല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അറിയാവുന്നല്ലേ അതൊക്കെ? ഓക്കെ. നെക്സ്റ്റ്, ലിവിംഗ് തിങ്സ് റെസ്പോണ്ട് ടു ദ സ്റ്റിമുലസ്. മീൻസ് നമുക്കറിയാം നമ്മുടെ ടൈം തരുന്ന നമുക്ക് ഇനി ക്ലാസ് ഉണ്ടോ മക്കളെ? കമ്പ്യൂട്ടർ ക്ലാസ് ഉണ്ടോ? എന്നാ ഇല്ല, ഇതോ ഒരു ക്ലാസ്സേ ഉള്ളൂ. ഓക്കെ. ഓൾ ലിവിംഗ് തിങ്സ് വിൽ റിയാക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മനുഷ്യർക്കാണേലും അനിമൽസിനാണേലും പ്ലാന്റ്സിനാണേലും റിയാക്ട് ചെയ്യാൻ അറിയാം. എന്ന് പറഞ്ഞാൽ പ്രതികരിക്കാൻ അറിയാം, റിയാക്ടിങ്. You know that if your mummy comes to beat, what will you do? Sri Vishnu, you will run, isn't it? What about you, Vasudev? If your mother comes to beat you, what will you do? You will try to escape fastly, isn't it? Okay. If anybody comes to attack us, we will try to escape. And another thing, I told we are sensitive. Means if we by chance touch a bit of fire, what will you do? We will suddenly withdraw our fingers, isn't it? If any thorn stuck on our hands or something like that, what we will do? Like this way we will do, isn't it? Like this way even animals also will do. Animals, if you see a dog there and the dog sees you coming with a big stone or stick, what it will do? Will it stare at you like this way?